Last section we were talking about successive shift and add technique. അപ്പോൾ അത് ഹാർഡ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റഡ് അഡീഷനും ചെയ്യാം. ലൈക്ക് 2 into 3 എന്ന് പറയുന്നത് 2 is added 3 times. സോ ഇതിന് വേണ്ടി വേണമെങ്കിൽ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ദിസ് ഇസ് ടൈം കൺസ്യൂമിങ്. അതിന് പകരം വി ഹാവ് അനദർ മെത്തേഡ് or algorithm, that is Booth's algorithm for multiplication. It is developed by Andrew D. Booth. ഇതിൽ ഈ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ബെനിഫിറ്റ് ഓഫ് സ്പീഡിങ് അപ്പ് ദ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ്. ഇതിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്ക് ഉണ്ട്. ഒന്ന് 2's കോംപ്ലിമെൻറ്റും പിന്നെ അർത്ഥമാറ്റിക് റൈറ്റ് ഷിഫ്റ്റും. അപ്പോൾ ഇത് രണ്ടും ആദ്യം അറിയണം, എന്നാലേ ഈ അൽഗോരിതം മൊത്തം പിടികിട്ടുള്ളൂ. 2's complement of a binary number can be found out using any of the two techniques. Method 1, first find the 1's complement of the given binary number, then add 1. For example, 0 1 1 0 1 0 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 1's complement കണ്ടുപിടിക്കണം by interchanging zeros with 1s and 1s with zeros. Then add 1 to that result to get the final 2's complement form. This is kind of the normal technique, but we have easier technique. Method 2, using seek bit method. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ അതേപോലെ എഴുതുക. ദെൻ ലുക്ക് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് 1. ആദ്യം എവിടെ 1 ഒക്കർ ചെയ്യുന്നു, അതുകൊണ്ടാണ് പേര് വന്നത് സീക്ക് ബിറ്റ്. ആദ്യം 1 എവിടെയാണ് സീക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് വരുന്ന എവിടെയാണ് 1 ഒക്കർ ചെയ്യുന്നത്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുന്നത് 1 2 3 4th പൊസിഷനാണ് വരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഡേറ്റ അതേപോലെ താഴോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന അപ്പർ ഡേറ്റാസ് എന്ത് ചെയ്യണം? അതിനെ മാത്രം 1's കോംപ്ലിമെൻ്റ് എടുക്കുക. സോ 0 1 1 0 എന്താവും? 1 0 0 1 ആവും. ഇതെന്തായി? ദിസ് ഈസ് 2's കോംപ്ലിമെൻ്റ്. അപ്പോൾ ഇത് ഏതാണ്? രണ്ടും റിസൾട്ട് ഒന്ന് തന്നെയാണ്. ദ ഈസിയസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് യൂസിങ് സീക്ക് ബിറ്റ് മെത്തേഡാണ്. ഇനി മനസ്സിലാക്കേണ്ടത് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി നമ്പർ ആണ്. അതിന് മുമ്പേ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അൺസൈൻഡ് നമ്പേഴ്സിനാണ് സാധാരണ ഈ കൺവേർഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി സൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദേ ഹാവ് 3 റെപ്രസെൻറ്റേഷൻസ്. 1 ഈസ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, 1's കോംപ്ലിമെൻറ്റ് ഫോം, 2's കോംപ്ലിമെൻറ്റ് ഫോം. അതിൽ 2's complement form is used in computers. അതിൻ്റെ കാരണം ഇതാണ്. 1's complement ഫോം എടുത്താലും സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എടുത്താലും -0 ഉണ്ട് +0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. -0 +0 വിച്ച് ആർ ബോത്ത് വാട്ട് 0 ഓൺലി, ബട്ട് 2 സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. വേറാസ് ഇൻ 2's complement ഫോം +0 മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് 0 ഓൺലി. അതുകൊണ്ടാണ് 2's complement ഫോം എടുക്കാനുള്ള കാരണം. ഇനി നമുക്ക് എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. ഇപ്പോൾ 21 to the base 10 ആദ്യം അൺസൈൻഡ് ഫോമിൽ എഴുതുക. അൺസൈൻഡ് ഫോം എഴുതി വെച്ചിരിക്കുന്നത് ബൈ സക്സീവ് ഡിവിഷൻ ബൈ ദ അതർ ബേസ്. ഇപ്പോൾ 21 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡേഴ്സ് മാത്രം ഫ്രം ബോട്ടം ടു ടോപ്പിൽ എഴുതുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടും. ഇതിങ്ങനെ ചെക്ക് ചെയ്യാം ബൈ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് വെയിറ്റ്. സോ 1 2 4 8 16. So 16 plus 4 plus 1 21. കറക്റ്റ് 21 ആണ്. ഇനി +21 എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ബിറ്റ് എം എസ് ബിക്ക് മാത്രം മാറ്റി വയ്ക്കുക. സോ പ്ലസ് റെപ്രസെൻറ്റ്സ് വാട്ട് 0. ഇപ്പോൾ 0 പ്ലസ് വന്നാൽ അതിനെ 0 കൊണ്ട് റിപ്ലേസ് ചെയ്യണം. സോ അവർ +21 is equal to 0 1 0 1 0 1, which is same as that of sign magnitude form for positive numbers. Now, -21 എഴുതുമ്പോൾ it is the 2's complement form of +21. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കും? ബൈ സീക്ക് ബിറ്റ് മെത്തേഡ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് 1 ഇവിടെ നോക്കുക. ഇപ്പോൾ LSB തന്നെയാണ് ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് 1. അതുവരെ അതേപോലെ കോപ്പി ചെയ്യുക. സോ ജസ്റ്റ് കോപ്പി ഇറ്റ്. ഓക്കെ, കോപ്പി. ദെൻ അപ്പർ ഹാഫ് എന്ത് ചെയ്യണം? 1's കോംപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ എന്താവും? 1
0 1 0 1 1 0 1 0 1 വൺസ് കോംപ്ലിമെന്റ് എടുത്തു. അപ്പോൾ എന്തായി? 2's കോംപ്ലിമെന്റ് കിട്ടി. ഇതെന്താണ്? ദിസ് ഈസ് റെപ്രസെൻറ്റിങ് -21. സോ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും സൈനും. ബൈ ചെക്കിംഗ് ദ MSB ഐ ക്യാൻ സേ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ ഇപ്പോൾ ഇവിടെ എന്താണ്? 1 ആണ്, മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇനി കമ്പ്യൂട്ടറിൽ 2's കോംപ്ലിമെന്റ് ഫോമാണ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രാവശ്യം കൊണ്ട് 2's കോംപ്ലിമെന്റ് ഫോം എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് ബാക്ക് ദ മാഗ്നിറ്റ്യൂഡ്. അതെങ്ങനെ എടുക്കാം? ജസ്റ്റ് ടേക്ക് സെയിം മെത്തേഡ്. ഇപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. സോ ഇതിൽ മൂവ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് 1. സോ എന്താണ് ഇവിടെ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് 1? അതെന്ത് ചെയ്യുക? അതേപോലെ എഴുതുക. സോ 1. നൗ ജസ്റ്റ് കോംപ്ലിമെന്റ് അതേഴ്സ്. സോ 0 1 0 1 0. ഇതെന്ത് തന്നെയാണ്? നേരത്തെ കണ്ടുപിടിച്ച +21 ആണ്. സിൻസ് MSB ഈസ് 1, ഓട്ടോമാറ്റിക്കലി ഇതെന്തായിരിക്കും മാറി? ദിസ് വിൽ ബി വാട്ട്? -21. ഇനി ഉള്ളത് അർത്ഥമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഈ അർത്ഥമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് all the bits are shifted 1 bit right and the least significant bit is thrown out. For example 0 1 1 0. അതിൽ 0 ആണ് ഇവിടുത്തെ MSB, LSB ഇവിടുത്തെ 0 തന്നെയാണ്. സോ ഒരു ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? ദിസ് 0 is shifted to the right, this 1 is shifted to the next right, this 1 is shifted to the next right, and this 0 is shifted out of the picture. പുറത്തു പോയി. So what happens? 0 1 1 and 0 goes out of the picture. അപ്പോൾ എന്താണ്? MSBയിൽ തൽക്കാലം ഒന്നുമില്ല. സ്റ്റെപ്പ് 2. The old data of the MSB is copied back to its original. That is, the MSB remains unchanged even though it is shifted to the right. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രീവിയസ് ഡേറ്റ റിസ്റ്റോർ ചെയ്തു. മീൻസ് ഇറ്റ് ബിക്കംസ് 0. അപ്പോൾ എന്ത് കിട്ടും? 0 0 1 1. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? LSB മാത്രം ത്രോൺ ഔട്ട്. This technique is known as arithmetic right shift. This is used in Booth's algorithm for multiplication. Now back on to Booth's algorithm for multiplication. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു? 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യും, അർത്ഥമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് വേണ്ട ഹാർഡ്വെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്ന് M ഫോർ മൾട്ടിപ്ലിക്കൻറ്റ് സ്റ്റോറേജ്, Q ഫോർ മൾട്ടിപ്ലയർ സ്റ്റോറേജ് ഇനിഷ്യലി, ദെൻ A ഫോർ സ്റ്റോറിങ് അതർ ബിറ്റ്സ്. അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് ആവശ്യം വരും. സോ അതെന്തായിരിക്കണം? N ബിറ്റ്സ് ആൻഡ് N ബിറ്റ്സ്. എല്ലാം എയും എമ്മും ക്യൂവും N ബിറ്റ്സ് ആയിരിക്കണം. കൗണ്ടറും N ബിറ്റ്സ് ആയാൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇറ്റ് ഷുഡ് സ്റ്റോർ ദ വാല്യൂ ഓഫ് N ഇൻ ദാറ്റ്. ആൻഡ് വി ഹാവ് വൺ മോർ ബിറ്റ്, ദാറ്റ് ഈസ് ഒരു ലാച്ച് വേണ്ടി വരും ടു സ്റ്റോർ ദ LSB ഓഫ് ദ ഈച്ച് iteration. ഓരോ iteration കഴിയുമ്പോൾ LSB വിൽ ബി ത്രോൺ ഔട്ട്. ദാറ്റ് ത്രോൺ ഔട്ട് LSB വിൽ ബി സ്റ്റോർഡ് ഇൻ Q of -1. That is 1 bit. So A Q of -1ലാണ് അർത്ഥമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ഈസ് ഡൺ. അപ്പോൾ നമുക്ക് നേരെ അൽഗോരിതത്തിൽ നടക്കുന്ന മുമ്പേ കാര്യം മനസ്സിലാക്കാം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻവോൾവ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് AMQCR all are N bits register. In case the value of N is not given in the question, I should find it. For example, -3 into 7 എന്ന് വിചാരിച്ചു. അപ്പോൾ 3 can be represented as, means +3 can be represented as 1 1, which is having only 2 bits. Okay, only 2 bits. ഇനി +7 ആണെങ്കിൽ it will be represented as 1 1 1 using 3 bits. അപ്പോൾ ഏതാ വലുത്? 7 ആണ് വലുത്. So I need 3 bits. But to represent -7 or to represent negative number, I need 1 more bit. So അതും കൂടെ ആഡ് ചെയ്യണം. So അതായി 4 ബിറ്റ്. അതവിടെ പറഞ്ഞിരിക്കുന്നത് N equal to 1 plus the maximum number of bits required to represent multiplicand or multiplier. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ മാക്സിമം നമ്പർ എത്രയാണോ ബിറ്റ്സ് വേണ്ടത് അത് മാക്സിമം ഉള്ള എടുക്കുക. +1 അതായിരിക്കണം നിങ്ങളുടെ കൗണ്ട് വാല്യൂ. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നുമ്പേ യു ഷുഡ് റെപ്രസെൻറ്റ് നെഗറ്റീവ് നമ്പേഴ്സ് ഏതെങ്കിലും, അതായത് രജിസ്റ്റർ എമ്മിലോ ക്യൂയിലോ, അതായത് മൾട്ടിപ്ലിക്കൻ്റോ മൾട്ടിപ്ലെയറോ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഐ ഷുഡ് റെപ്രസെൻറ്റ് ദാറ്റ് ഇൻ 2's കോംപ്ലിമെൻറ്റ് ഫോം. ദെൻ ഓൺലി സ്റ്റാർട്ട് ടു ഡു ദ പ്രൊസീജിയർ.
സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ സെറ്റ് ദ വാല്യൂ എം ഈക്വൽ ടു ദ മൾട്ടിപ്ലിക്കൻറ്റ്, ക്യൂ ഈക്വൽ ടു മൾട്ടിപ്ലയർ, ദെൻ എ ഈക്വൽ ടു 0. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0 കൊടുക്കണം. ദെൻ ക്യൂ ഓഫ് n -1 എന്ന് പറയുന്ന ആ ബിറ്റ് 0 ആക്കണം. ദെൻ സെറ്റ് ദ വാല്യൂ ഓഫ് ദ കൗണ്ടർ ടു നമ്പർ ഓഫ് ബിറ്റ്സ്, ദാറ്റ് ഈസ് n. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം, ദാറ്റ് ഈസ് ക്യൂ ഓഫ് 0യും ക്യൂ ഓഫ് -1ഉം ചെക്ക് ചെയ്യേണ്ടി വരും. എഗെയിൻ ക്യൂ ഓഫ് 0 എന്ന് പറയുന്നത് ആ സമയത്തുള്ള LSB ആണ്. ഇതെന്ന് പറയുന്നത് പ്രീവിയസ് LSB ആണ്, പ്രീവിയസ് സ്റ്റെപ്പിലുള്ള LSB ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇഫ് Q0 ആൻഡ് ക്യൂ ഓഫ് -1 ആർ സെയിം, രണ്ടും സെയിം ആണെങ്കിൽ, ഐ മീൻസ് ബോത്ത് ആർ 0 ഓർ ബോത്ത് ആർ 1 അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പെർഫോം അർത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ഫോർ AQ-1. ഇനി സെയിം അല്ലെങ്കിലോ, അതാണ് വ്യത്യാസം വരാൻ പോകുന്നത്. മീൻസ് ഇഫ് Q0 is 1 ആൻഡ് ക്യൂ ഓഫ് -1 is 0, അതായത് ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു, A ഈക്വൽ ടു A-M ചെയ്യേണ്ടി വരും. മീൻസ് എൻ്റെ കൂടെ അക്യുമുലേറ്ററിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കൻ്റ് കുറച്ചിട്ട് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ A. ഇഫ് റിവേഴ്സ് ഇസ് ദർ, മീൻസ് ക്യൂ ഓഫ് 0 എന്ന് പറയുന്നത് 0യും ക്യൂ ഓഫ് -1 എന്ന് പറയുന്നത് 1 ആകുകയാണെങ്കിൽ ഐ ഷുഡ് ആഡ് ഇറ്റ്. മീൻസ് എയുടെ കൂടെ M മൾട്ടിപ്ലിക്കൻ്റ് ആഡ് ചെയ്തിട്ട് ഐ ഷുഡ് സേവ് ദാറ്റ് ഇൻ A itself. ഈ രണ്ട് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യണം, ഐ ഹാവ് ടു പെർഫോം അർത്തമാറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ഫോർ AQ-Q-1 jointly. ആഫ്റ്റർ ദാറ്റ് റെഡ്യൂസ് ദ കൗണ്ട് വാല്യൂ. ഇനി കൗണ്ട് വാല്യൂ കുറയ്ക്കണം, ഇനി കൗണ്ട് വാല്യൂ ചെക്ക് ചെയ്യേണ്ടി വരും. ഈസ് ദ കൗണ്ട് വാല്യൂ ഈക്വൽ ടു 0? ഈക്വൽ ടു 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ടു ദ പ്രീവിയസ് സ്റ്റെപ്പ്. സോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, എയിലും ക്യൂയിലുമായിട്ട് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. ദാറ്റ് വിൽ ബി ഇൻ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി കൗണ്ട് വാല്യൂ 0 അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, നേരെ ചെക്കിംഗ് കണ്ടീഷനോട്ട് പോകും, പഴയ ചെക്കിംഗ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ക്യൂ ഈക്വൾ 0യും ക്യൂ ഈക്വൾ -1ൻ്റെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഇതേ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഈ അൽഗോരിതം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആവും? ഇറ്റ് വിൽ റിപ്പീറ്റ് n ടൈംസ് അൺടിൽ ദ കൗണ്ടർ വാല്യൂ ഈക്വൾ ടു 0. അപ്പോൾ കൗണ്ട് വാല്യൂ ഈക്വൾ 0 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വിൽ ബി ഇൻ രജിസ്റ്റർ A ആൻഡ് Q ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ 2's കോംപ്ലിമെൻറ്റ് ഫോം. അതായത് എയിലും ക്യൂയിലും MSB വിൽ ബി in the A register. So MSB if equal to 1, then that is negative number. If the MSB is 0, then that is a positive number. Normally negative numbers മാത്രമേ 2's complement form ഉള്ളൂ, മറ്റത് will be in sign magnitude form. So positive numbers will be in sign magnitude form, but negative numbers will be in 2's complement form. This is the flow chart of Booth's algorithm.